ഹായ്, ഞാൻ എലിസബത്താണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ വോയിസ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം കുറേ കൺഫ്യൂഷനുകൾ എനിക്ക് ഈ ഒരു കസ്തൂരി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രൊഫൈലായിട്ട് തോന്നി. കാരണം 2 പ്രൊഫൈൽ കണ്ടു. ഒന്ന് ജോയിൻറ്റ് 4 months ago, അടുത്ത സ്ക്രീൻഷോട്ട് ഇടാം. അതിൽ ജോയിൻറ്റ് 9 years ago എന്ന് പറഞ്ഞിട്ടാണ് 2 കസ്തൂരി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേക്കാണോ ഒറിജിനലാണോ എന്നറിയില്ല അവരുടെ അക്കൗണ്ട് കണ്ടത്. ഒരേ ചാനലിൽ ഒരേ വീഡിയോന്റെ അടിയിൽ അവർ ഒരാളിനെ സപ്പോർട്ട് ചെയ്തിട്ടും 2 പെണ്ണുങ്ങളിനെ അതുപോലെ ഒരു കുട്ടീനെയും മോശമായിട്ട് സംസാരിച്ചിട്ട് കുറേ കമന്റുകൾ ഇട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത കമന്റ് പുള്ളിക്കാരി ഡിലീറ്റ് ചെയ്തോ അതോ ഹൈഡ് ചെയ്തിട്ടോ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് വേറെ കമന്റ് പുള്ളിക്കാരി അതിന് പകരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞോണത് ലീഗലി മാരീഡ് അല്ല എന്നാണ് പറഞ്ഞോണത്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ കുറച്ച് റൈറ്റിങ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയണില്ല. അതുപോലെ തന്നെ പല യൂട്യൂബ് വീഡിയോകളിലും വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോകളും, അതുപോലെ തന്നെ റിസപ്ഷൻ നടത്തിയ വീഡിയോകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ടേക്ക് മെയിനായിട്ട് തോന്നിയത് കേരള ഈസ് ദ വേഴ്സ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫോർ സെക്ഷൽ അഫയേഴ്സ് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ കേരളത്തിൽ തന്നെ കുറ്റം പറഞ്ഞിട്ടാണ് അവർ തുടങ്ങണത്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവരുടെ എന്ന് പറഞ്ഞാൽ ആരോ എന്തോ കമന്റ് ഇട്ടുണ്ട്, അതിന് റിപ്ലൈ ആണ് ഐ ഹാവ് പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ നോട്ട് ബിഹൈൻഡ് മീ. സെറ്റ്, കറക്റ്റാണ്. ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പോലീസ് മാത്രമല്ല, ഗുണ്ടകളും കൂടിയില്ലേ, എന്നിട്ടല്ല നിങ്ങൾ ഇതൊക്കെ ഇടുന്നത്. ഈവൻ ലോയർ കൂടിയുണ്ട്, എന്നിട്ടാണ് നിങ്ങൾ കമന്റ് ഇടുന്നത്. ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി കമന്റ്സ് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആരാണെനിക്ക് മനസ്സിലായി. എൻ്റെ ലൈഫിൽ ഇനിയും എൻ്റെ വീട്ടുകാരനെയും ബുദ്ധിമുട്ടിച്ചതിൽ ഒരു 50% പങ്ക് നിങ്ങൾക്കുണ്ട്. അപ്പം ആരാന്ന് മനസ്സിലായി. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഉപയോഗിച്ച ആളാണ്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ കമന്റ് ഇടുന്നതെന്ന് മനസ്സിലായി. എല്ലാവരുടെയും അറിവോടുകൂടിയാണ് ഇടുന്നത് എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നെ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാതെ പേടിപ്പിക്കാനോ അതൊക്കെ പറയണ്ടേ. ഓക്കെ, ഡൺ. ഓക്കെ, പിന്നെ അടുത്ത ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളിലാണ് ഞാൻ ഇടപെടുന്നത്. എലിസബത്ത് ഫെൽ ഇൻ ലവ് വിത്ത് ഹിം വെൻ ഹി വാസ് അറ്റ് ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. ആക്ച്വലി അത് മറച്ചു വെച്ചിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്. എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ LKG തൊട്ട് ദിവസം മുമ്പ് നടന്ന കാര്യം വരെ പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷെ ഇതിൽ പറയണു ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ലവ് ചെയ്തെത്ര. ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് പോലുമില്ല. ഞാൻ MBBS കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കായിരുന്നു. ഞാൻ എവിടെയും വർക്കിങ്ങിന് കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ കാണണേ? അത് വലിയൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ആക്ച്വലി FBയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് കുറേ ആൾക്കാർ FBയിൽ കണ്ട ആളിനെ പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുറേ തെറി വിളിച്ചായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ. ഓക്കെ, ഈ വീഡിയോയിലും ഈ സ്ക്രീൻഷോട്ടിലും നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരുന്നു. എലിസബത്ത് ഇസ് പുട്ടിംഗ് വീഡിയോസ് വിത്ത് ഹർ ന്യൂ ബോയ് ഫ്രണ്ട് പബ്ലിക്കലി. ഞാൻ അറിഞ്ഞായിരുന്നില്ല. ആരാണ് അതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷനിലാണ്. എനിക്ക് ആക്ച്വലി തമാശയിലൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. പക്ഷെ എന്തായാലും പറയണതാണല്ലോ. ഞാൻ ആക്ച്വലി അഹമ്മദാബാദിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കൊലീഗിനോടും പറഞ്ഞായിരുന്നു എൻ്റെ ഒപ്പം ഇരുന്നിട്ടൊരു ഫോട്ടോ ഇടുമെന്ന്. കാരണം ആൾക്കാരൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു എന്നും അതുപോലെ തന്നെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഇപ്പം അങ്ങനെ പറയാറ്. അതുപോലെ തന്നെ ഞാൻ കാരണം ആരൊക്കെയോ മരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അമൃത ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊന്നും ഒന്നും കണ്ടിട്ടില്ലേ? ഓക്കെ, വലിയ ആൾക്കാരൊന്നും മിണ്ടില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ചെറിയ കുറച്ച് സ്ത്രീകളൊക്കെ ഇല്ലേ, ഞാൻ എൻ്റെ കാര്യങ്ങൾ കണ്ട സ്ത്രീകൾ, ഓരോരുത്തരുടെ അവസ്ഥ കണ്ട ഇങ്ങരുടെ അവസ്ഥ കണ്ട സ്ത്രീകൾ, ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 4-5 മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ? അങ്ങനെ തന്നെ പറയണേ. ഇനി അതൊക്കെ അൺപാർലമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട്
നടത്തിയ കാര്യമാണല്ലോ. എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ. നല്ല നന്ദികേട് ഭയങ്കര നല്ലതാ. പിന്നെ ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഈവിൾ വുമൻ. നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് ഈ കമന്റ് ഒക്കെ ഇടുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയും കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. അതിലും എന്റെ കാര്യം. എലിസബത്ത് സോമൻ ഓപ്പൺലി പുട്ടിങ് വീഡിയോസ് വിത്ത് ഹെർ ന്യൂ ബോയ് ഫ്രണ്ട്. പിന്നെ കുറെ ആൾക്കാരുടെ ലൈഫ് നശിച്ചു. ഓ മൈ ഗോഡ്, ആരാ ആ ബോയ് ഫ്രണ്ട് എന്ന് നിങ്ങളെ സെലക്ട് ചെയ്ത് ഞാൻ കുറെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതൊന്നും ആരാന്ന് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കസ്തൂരി എന്ന വേറെ കെയുള്ള പേരുള്ള ആ ഒരു ആള്, ന്യൂസായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട ആള്, ഭയങ്കര അടുപ്പുള്ള ആള്. കാരണം എല്ലാവരും കളിക്കണത് പേര് പറയാണ്ട് എന്ത് കുറ്റം പറഞ്ഞാലും കേസെടുക്കില്ല എന്നല്ലേ. അതുകൊണ്ടാണ് വരാത്തത്. പക്ഷെ ഇതിൽ പല സമയത്തും കേസ് എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആയിക്കോട്ടെ, ഐ വിൽ സന്തോഷത്തോടെ ആ കേസ് ഞാൻ സ്വീകരിക്കും. കാരണം ഒരാളുടെ വീട്ടിലൊക്കെ തോക്കെടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും കേസില്ലാത്ത സ്ഥലമൊക്കെയാണ് ഇവിടെ. അതിന് വേണമെങ്കിൽ ഞാൻ പ്രതിയാന്ന് പറയാം, അല്ലെങ്കിൽ സാക്ഷിയാന്ന് പറയാം. കാരണം ഞാൻ ആ വണ്ടിയിലുണ്ടായിരുന്നു. സോ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു ഇതാണ്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾക്കാര് നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ആള് തോക്കെടുത്ത് കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട്, ഓക്കെ എന്ത് തന്നെ പറഞ്ഞാലും ഭീഷണിപ്പെടുത്തി ചെയ്തിട്ടുണ്ടെന്ന് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുടെ മെന്റാലിറ്റി, ഞാൻ ഇന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണമെന്നില്ല, പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ മെന്റാലിറ്റി ഉണ്ടാവുമ്പോൾ ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ചാൻസ് ഇല്ല. ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയ എന്നെ പോയിട്ട് പിടിച്ചിട്ട് ഒരു കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ശരിയായില്ല. ഇന്നായിട്ട് ഒരു ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ? എന്തിനാണ് ഭർത്താവിനെ ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിലേക്ക് വിടണേന്ന് പറഞ്ഞിട്ട് ഇന്നെ കൺസേൺഡ് ആ കേസ് നടന്ന ആ ഫ്ലാറ്റിലേക്ക് ഇന്നും കൂടി കയറ്റിക്കൊണ്ടുപോകാൻ പോയതാ. പക്ഷെ ഞാൻ കയറിയില്ല. കയറാത്ത കാരണം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മോളിന്ന് താഴെ ആ ആളിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ച്, ചേച്ചിക്കൊരു ഹായ് പറയൂ. എന്റെ കൈയും കാലും വരച്ചിട്ട് അപ്പം എന്തുണ്ടായെന്ന് എനിക്ക് പോലും അറിയില്ല. ഓക്കെ, അത് പോട്ടെ. അത് സോ ഒരാളിനെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയ ഇത് കേസിലടക്കം ആൾക്കാർക്കൊന്നും മിണ്ടായില്ല. അതിൽ ആൾക്കാര് ഈ ഭീഷണിപ്പെടുത്തിയ ആളിനെ സപ്പോർട്ട് ചെയ്യണം. സോ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പൊ ആൾക്കാർ ഈ വയലൻസ് ഒക്കെ ചെയ്യണതിൽ തെറ്റു പറയാൻ പറ്റില്ല. ആൾക്കാർ അതാണ് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ നാളെ എന്റെ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും എന്നെ കുത്തിക്കൊന്നാലും ആരെങ്കിലും എന്നെ പറയൂ? ഒന്നും പറയില്ല. അവള് വീഡിയോ ഇട്ടിട്ട് അവള് അതല്ലേ പറയുള്ളൂ. ഓക്കെ, ഇതൊക്കെ പല സ്ഥലത്തും പല ആൾക്കാരുടെ വീട്ടിലും നടക്കും, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത്, ഓൾ ഐ റോട്ട് വർ വെരിഫൈഡ് ഫാക്ട്സ്. ഓക്കെ, അത് എനിക്ക് അതൊക്കെ വായിക്കുമ്പോൾ അത്യാവശ്യം നല്ല വിഷമം തോന്നുന്നുണ്ട്. ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷെ ഒരു കുട്ടീനെ പറ്റിയിട്ടൊക്കെ ഇത്ര മോശമായിട്ടൊക്കെ പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്, നിങ്ങൾ സ്ത്രീയാന്നെനിക്ക് അറിയാം, നിങ്ങൾക്കൊരു ഭർത്താവും കുട്ടിയുണ്ടെന്ന് അറിയാം, പക്ഷെ സ്റ്റിൽ അതിത്തിരി മോശമാണ്. പിന്നെ എന്തുമാത്രം കേരള വിരുദ്ധതയോടോ ഇതിലൊക്കെ. കേരളത്തെ സ്ത്രീകളൊക്കെ ഇത്ര മോശമാണോ? ഓക്കെ, ആണുങ്ങളോട് ചോദിച്ചപ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയായിരിക്കും. ഓ മൈ ഗോഡ്, പുള്ളിക്കാരൻ എന്നെ വൈഫായിട്ട് വിചാരിച്ചു. ഞാൻ എന്നെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു, അല്ലാണ്ട് ഞാനല്ല വിചാരിച്ചതല്ലേ. അപ്പോ ഈ ഫംഗ്ഷനൊക്കെ വന്ന ആൾക്കാര് പൊട്ടന്മാരാ. അതിൽ കുറെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഒന്നെങ്കിൽ കള്ളന്മാരല്ലെങ്കിൽ പൊട്ടന്മാരായിരിക്കണം. പൊട്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിപ്പോ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് ഞങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും കല്യാണം അല്ല എന്നാണല്ലോ പറഞ്ഞത്. ഈ പറഞ്ഞ വ്യക്തി കല്യാണത്തിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചു കാലം പുള്ളിക്കാരനോട് മിണ്ടാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. ഓക്കെ, വട്ടവർ. പിന്നെ ഫിയാൻസിന്ന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു, അതാണ് പുള്ളിക്ക് പറ്റിയ തെറ്റ്. ഓ മൈ ഗോഡ്. ഏതെങ്കിലും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്താൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും ബോത്ത് സൈഡ്സ്. ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യാൻ പാടില്ല. പരമമായ സത്യം, രണ്ട് സൈഡിലും തെറ്റുണ്ടാവും. അതിലെനിക്കൊരു കുഴപ്പമില്ല.
എലിസബത്ത് സീംസ് ഹാപ്പി ആൻഡ് മൂഡ് ഓൺ. ഓ മൈ ഗോഡ്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, നല്ലതാ. ആദ്യമായിട്ട് ഒരാളിന് ഞാൻ ഹാപ്പി ആൻഡ് മൂഡ് ഓൺ എന്ന് പറഞ്ഞേ. ഓക്കെ, വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഒരാൾ മൂവ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് വേറെ തരത്തിൽ ചിത്രീകരിച്ചിട്ടൊരു വീഡിയോ ഒക്കെ മുമ്പ് വന്നായിരുന്നു. അതിനെ പറ്റിയിട്ട് വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. എന്തായാലും ഇപ്പോഴത്തെ പ്രസന്റ് നടക്കുന്ന വീഡിയോ ആണല്ലോ വേണ്ടത്. വൈ ഫീലിംഗ് സോറി ഫോർ ആസ് ഇഫ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ലൈഫ്. ഓ മൈ ഗോഡ്, യു ആർ വെയിറ്റിംഗ് ഫോർ മൈ ഡെത്ത്. എനിക്കറിയാം നിങ്ങൾ പണ്ടേ അതൊക്കെ വെയിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ മാത്രമല്ല, ആ ഒരു സെറ്റ് ഫുൾ അത് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് നമ്മുടെ ലൈഫ് ലോസ് ചെയ്താലും വലിയ കുഴപ്പമില്ല. ഞാൻ ഓൾമോസ്റ്റ് 1 വർഷം പഠിച്ച എൻ്റെ MD എൻട്രൻസ് എക്സാമിൻ്റെ 1 മന്ത് മുമ്പാണ് അത് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഈ MD എക്സാമിൻ്റെ 1 മാസം മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് എടുക്കണ്ട. അന്ന് ഹോൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിച്ചില്ല, എക്സാം എഴുതാൻ സമ്മതിച്ചില്ല. അതായത് ഞാൻ ഒരു 1.5 വർഷം ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു. അത് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. കുറെ കാലം ഓർക്കൊഴിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ തന്നെയാണ് പഠിച്ചോണേ. അപ്പോൾ ഓക്കെ, അത്രയ്ക്ക് ഇഷ്ടമുള്ള കാരണമാണ്. ഓക്കെ, ഇനി ആ ഒരു പ്രശ്നം കാരണം ലൈഫ് ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഒരു വഴക്കുണ്ടായപ്പോൾ നല്ലൊരു അടി കിട്ടിയായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടി. ഒരു 5-6 സെക്കൻഡിലേക്ക് ഒരു ഗ്രേ കളറാണ് അടി കിട്ടി കഴിഞ്ഞിട്ട്. അതെന്താണെന്നറിയില്ല. ഞാൻ ഡോക്ടറാണ്, പക്ഷെ എനിക്കറിയില്ല എന്താണ് ആ ഒരു കാരണം എന്ന്. ഓക്കെ, വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നും. വൈ ഫീലിംഗ് സോറി ഫോർ ഹെർ ആസ് ഇഫ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ലൈഫ്. അടിപൊളി. പിന്നെ ഒരു 6 മാസം ഞാൻ പുള്ളിയായിട്ട് ഇടയിൽ സെപ്പറേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ആരൊക്കെയോ ന്യൂസ് ഇട്ടു, ഡിവേഴ്സായി എന്ന് പറഞ്ഞിട്ട്. അതൊന്നും ആരാന്ന് പറയുന്നില്ല, പക്ഷെ അത് 2 മണിക്കൂറിൽ ആ വീഡിയോ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പിൻ്റെ വീട്ടുകാർ എന്നെ കൊണ്ടുപോയി നോക്കുമ്പോൾ എനിക്ക് വിറച്ചിട്ടുള്ള പനിയാണ്, ഭയങ്കര ചെസ്റ്റ് പെയിനാണ്, ഭയങ്കര ചുമയാണ്, നെഞ്ചുവേദനയുണ്ട്. അങ്ങനെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് നെബിലൈസൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു അഡ്മിഷൻ വേണ്ടി വരും, IV ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, നിൽക്കുന്നു തോന്നണില്ലാന്ന് പറഞ്ഞു. ഇല്ല, അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, തിരിച്ച് വിട്ടോ. എന്നിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പുള്ളി പറയാണ് പുള്ളിക്കാരി അഭിനയിക്കുകയാണ്, പുള്ളിക്കാരിക്കൊന്നുമില്ല, എൻ്റെ മാലാകയില്ല, ഞാൻ നോക്കാണ്ടിരിക്കും അവൾക്ക് എന്തെങ്കിലും പറ്റും. ഇന്ന അസുഖം വന്ന അവൾ എന്നെ പൊന്നു പോലെയല്ലേ നോക്കണേ, അവൾക്ക് അസുഖം വന്ന് നോക്കാണ്ടിരിക്കുമോ? പക്ഷെ വർത്താനൊക്കെ നന്നായിട്ട് അറിയണ കാരണം എൻ്റെ വീട്ടുകാർ പിറ്റേ ദിവസം വന്നു, കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ആദ്യം ട്രീറ്റ്മെൻറ്റൊക്കെ ഒരു 2-3 ആഴ്ച എടുത്തു. പിന്നെ നോക്കിയപ്പോൾ ഇടയിൽ കോവിഡ് ടെസ്റ്റും പോസിറ്റീവായിരുന്നു. കോവിഡ് കാരണമാണോ ന്യൂമോണിയ വന്നത്, അത് വേറെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണോ എന്നറിയില്ല. ഇതൊക്കെ ഉണ്ടാവുന്നത് 2022 പകുതിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടുകാർ ഒന്നേ പറഞ്ഞോളൂ, നീ നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി, നിന്റെ ലൈഫ് തുലച്ചു, നിന്നെ അടിക്കുന്നുണ്ട്, പലതും ചെയ്യേണ്ടത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നീ ഇപ്പോഴും ഇഷ്ടമാണ്, പുള്ളി പ്രേമിക്കുന്നുണ്ട്, പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണ, അത് നിന്റെ ഇഷ്ടം. പക്ഷെ മിനിമം ജോലിക്ക് പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതാക്കിയിട്ട് ജോലിക്ക് കയറ്റി. ഈവൻ നിനക്ക് വയ്യാതാവുമ്പോൾ പോലും നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്രയൊക്കെ നോക്കിയിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ MBBS 2019 കഴിഞ്ഞതാണ്. കോൺവെക്കേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് പ്രിപ്പറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് 2021 തോന്നുന്നു, ഡേറ്റ് ഒന്നും ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറുന്നത്. ഇത്ര കാലം കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറണത്. അപ്പോഴാണ് ഇവർ ആദ്യത്തെ കമന്റിൽ പറഞ്ഞത് ഞാൻ ഇയാളുടെ പേഷ്യൻ്റ് ആയിരുന്നു എന്ന്. ഓ മൈ ഗോഡ്, ഇത്ര മതിയില്ലേ ഈ കമന്റിന്റെ ഇട്ടിട്ടുള്ള ഹിസ്റ്ററി പറച്ചിലേ മതിയായി. ആക്ച്വലി ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ലൈഫ് വൈ ഫീലിംഗ് സോറി എന്ന് കേട്ടപ്പോൾ കുറച്ച് പറയണമെന്ന് തോന്നി.
ആക്ച്വലി കൂടുതൽ പറയാനുണ്ട്, അത് പറയുന്നില്ല, അത് ഇത്തിരി സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. ഇയാൾക്ക് ഇവരുടെ ജീവിതത്തിലത്തെ എല്ലാ കാര്യങ്ങളും അറിയണ പോലെ ആണ് സംസാരിക്കണേ. സോ ഐ നോ ദേ നോ എവറിത്തിങ്. ബട്ട് പിന്നെ അതുപോലെ തന്നെ പല തമിഴ് ചാനലുകളായിട്ടും ബന്ധം വലിയ ഈ ന്യൂസിന്റെ എന്തോ വലിയ ആൾക്കാരാന്നൊക്കെ എന്നോട് പരിചയപ്പെടുത്തിയായിരുന്നു. പക്ഷെ പറയണതിൽ 100% 80% വിശ്വസിക്കാൻ പറ്റില്ല. 20% സത്യം ഉണ്ടാവുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. ഫിസിക്കൽ അബ്യൂസർ 2 എന്ന് പറഞ്ഞതിന് പുള്ളിക്കാരി കുറെ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല, അത് പറയേണ്ട ആൾക്കാർ പറയേണ്ടതാണ്. പക്ഷേ എന്തുവാടോ ഇത്ര കേരളത്തിനോട് ദേഷ്യം? Remember the woman who was sentenced to death recently for poisoning her husband and killed so she could live a better life with another man. Those kinds of women are there. Oh my God. ഞാൻ അവിടെ ഉള്ളപ്പോഴും ചെന്നൈയിലുള്ളപ്പോഴും എന്നോടല്ല ബാക്കിയുള്ളവരോട് പറയാറ്, അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര മോശമായിരുന്നേ, ഒരു നന്ദിയില്ലാത്ത ആൾക്കാരാ, അവര് ഫുള്ള് നിപ്പിൽ പറ്റിക്കും. എന്നിട്ട് 2-3 പേരുകളൊക്കെ പറയും. പക്ഷെ ഏറ്റവും വലിയ സുഹൃത്തുക്കള്, കാരണം പറ്റിക്കണ ആൾക്കാരാണുള്ളത് ചേരുക. പക്ഷെ വീട്ടില് പറയുമ്പോ അങ്ങനെയാണ് പറച്ചില്. പക്ഷെ എലിസബത്ത് നല്ല കുട്ടിയാണ്, നല്ല മാലാഖയാണ്, തനിത്തങ്കാണ്. അതുകൊണ്ടല്ല ഞാൻ കൊണ്ടുവന്നേ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നായിരുന്നു. ഓ മൈ ഗോഡ്, ഇത്ര ദേഷ്യം നിങ്ങൾക്ക് കേരളക്കാരോട് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ കമന്റുകളിൽ ഭയങ്കര വ്യക്തമാണ്. ആ ദേഷ്യമൊക്കെയാണ് എനിക്കത് നിങ്ങളാന്ന് മനസ്സിലാക്കാൻ എനിക്കൊരു ക്ലൂ തന്നത്. ഞാൻ അതിന്റെ അടുത്ത ക്ലൂകൾ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തമിഴ് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോന്റെ അടിയിൽ തന്നെയാണ് നിങ്ങൾ വരുന്നത് കൂടുതൽ. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ പല നെഗറ്റീവ് കമന്റുകളും കാണാറുണ്ട്. ഇപ്പോൾ പല നെഗറ്റീവ് കമന്റും എടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ടല്ലോ. സോ നിങ്ങൾ തന്നെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ പല ആൾക്കാരും ഈ കമന്റിൽ നിങ്ങളുടെ 4 ഫേക്ക് അക്കൗണ്ട് ഉണ്ട് ഈ പേരിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എനിക്ക് അറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല. ഓക്കെ, സത്യമായിട്ട് എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് കേരളത്തിനോട് ഇത്ര ദേഷ്യം. അതും ഈ കമന്റുകളിലൊക്കെ നിങ്ങൾ വിഷം വാരി വിതറുണ്ട്. മാത്രമല്ല ഒരു തവണ എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ നിങ്ങളുണ്ടായിരുന്ന ആ ഭീഷണിയുടെ സമയത്ത് ഞാൻ അന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ പോലീസിനെയൊക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ടുള്ള സമയത്ത് എന്താണ് തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു തമിഴിനെ മലയാളിയായ നീയെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കുന്നു വിചാരിച്ചോ? നിന്നെയും നിന്റെ വീട്ടുകാരനെയും വെട്ടി പീസാക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങളും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പലതവണ അങ്ങനത്തെ പറച്ചിലുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഞാൻ അങ്ങനെ പറച്ചിൽ കേട്ടിട്ടില്ല. ഓക്കെ, വീണ്ടും ലീഗലി മാരീഡ് അല്ല. ഓക്കെ, പ്രീ വെഡിങ് ഇവന്റ് ആയിരുന്നു നടന്നത്. ഓ മൈ ഗോഡ്, പ്രീ വെഡിങ് ഇവന്റ് ആയിരുന്നു നടന്നത്. ഇൻവിറ്റേഷൻ കാർഡില് അതില് വെഡിങ് ഇൻവിറ്റേഷനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അത് വെഡിങ് ആണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്റെ ഫാദറാണ് അത് ദാസ് കോണ്ടിനെന്റിലായിരുന്നു ആ വെഡിങ് ഫംഗ്ഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്റെ ഫാദറാണ് ആ പരിപാടി നടത്തിയത്. ആക്ച്വലി അതിലൊരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അവർ ആക്ച്വലി ചെന്നൈയിൽ ഇതിന്റെ ഫംഗ്ഷൻ അവിടെ നടത്താന്ന് പറഞ്ഞിട്ട് ആണ് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പൊ അവർ ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ബർത്ത്ഡേയുടെ ആ ഒരു സമയമായിട്ട്. പക്ഷെ എനിക്ക് ബർത്ത്ഡേക്ക് അവര് അതായത് 2 ദിവസം ഗ്യാപ്പിൽ 2 സ്ഥലത്ത് ഫംഗ്ഷൻ, അതിനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു വന്നു. പക്ഷെ സർപ്രൈസ് ആയിട്ട് എനിക്ക് ഒരു മാലയും കമ്മലൊക്കെ തന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ആ മാലയും കമ്മലയും തന്നിട്ട് അതുപോലെ തന്നെ അവരുടെ ലോക്കറിൽ എടുത്തു വെച്ചു, ജസ്റ്റ് വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു ഓടിയും തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കാറ് ഡ്രൈവിങ് അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല. സോ ഞാൻ ആകെ 4 തവണ ആ കാറിൽ ഇരുന്നിട്ടുള്ളൂ. പിന്നെ ആ കാർ എങ്ങോട്ട് പോയി എനിക്ക് വലിയ പിടുത്തമില്ല. പിന്നെ എന്താണ് ആ സ്വർണത്തിന്റെ കാര്യം. പിന്നെ അവരുടെ വീട്ടിലത്തെ ഫംഗ്ഷന് അവരുടെ വീട്ടിലത്തെ ഫംഗ്ഷനും ഇവര് വെപ്പാട്ടീനൊക്കെ വീട്ടിലത്തെ ഫംഗ്ഷന് കൊണ്ടുപോകാൻ കൊള്ളൂ. ആ ഫംഗ്ഷനൊക്കെ കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല ആ സമയത്ത് എനിക്ക് ആ മാല എടുത്ത് തരുകയും ചെയ്യും. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല.
സോ പ്രീ വെഡിങ് ഇവന്റ് ആണെന്നാണ് ഇവരുടെ ഒരിത്. ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയാണ്. ഇനി ഇവരാണ് അതിനൊക്കെ കാശും കൊടുത്തോണം. മൈ ഗോഡ്. പിന്നെ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ വീണ്ടും ബോയ് ഫ്രണ്ട് ഉണ്ട്. ഓ മൈ ഗോഡ്. എനിക്ക് ആ ഒരു അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അയച്ചു തരണം. പിന്നെ ഒരു കല്യാണം കഴിച്ച ആൾക്ക് ഇനിയിപ്പോൾ ഇത് കല്യാണം അല്ലാന്നല്ലേ പറയണേ. എനിക്കിനി ബോയ് ഫ്രണ്ട് ഉണ്ട്, 10 പേരുണ്ട്, 100 പേരുണ്ട്, 300 പേരുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിഷയം ആവേണ്ട കാര്യമില്ല. തെറ്റാര് ചെയ്താലും എപ്പോൾ ചെയ്താലും അത് തെറ്റാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓൾറെഡി റിലേഷനിലിരിക്കുമ്പോൾ 4-5 ആൾക്കാരായിട്ട് പോണതാണോ? ഓൾറെഡി ഓപ്പോസിറ്റ് ആൾ വേറെ കെട്ടിയിട്ട് പിന്നെ വേറെ ആൾ റിലേഷനിൽ പോണതാണോ കുഴപ്പം? അതും ഒരു റിലേഷനൊന്നല്ല. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആവണത് ഓക്കെ, പക്ഷെ പുള്ളി ഒരു 4-5 എണ്ണം എന്നൊക്കെ പറഞ്ഞ 2 months. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ഇത്ര കോമൺ ആയി, നമ്മൾ ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയി. സോറി, അത് വേറെ കാര്യം. പിന്നെ ഇവിടെ കമന്റ് സെക്ഷനിൽ കുറെ ടൈം ലൈനൊക്കെ കണ്ടു. ആക്ച്വലി ആൾക്കാരറിയാത്ത കുറെ ടൈം ലൈനിൽ കുറച്ചും കൂടി പേരുകൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ബട്ട് അവരും ചിലപ്പോൾ ചതിക്കപ്പെട്ടതായ കാരണം വെറുതെ അവരെ എടുത്തിട്ട് ഇതിൽ ഇടേണ്ട കാര്യമില്ലല്ലോ. ആവശ്യം വന്നാൽ നമുക്കിടാം. അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം അവർ ടോർച്ചർ സഹിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, സഹിച്ചിട്ടുണ്ടാവാം. ഇപ്പോഴും മോളിൽ പറഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറയണില്ല. അത് പറയേണ്ട ആൾക്കാർ പറയേണ്ടതാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയണേ. പിന്നെ ഉള്ളത് വീണ്ടും എലിസബത്ത് ഇസ് പോസ്റ്റിംഗ് വീഡിയോ വിത്ത് ഹെർ ന്യൂ ബോയ് ഫ്രണ്ട്. അവരെല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെ സഫർ ചെയ്യണത് ഒരാൾ മാത്രമേ ഉള്ളൂ. വുമൻ കാർഡ് ഇറക്കി ഡ്രാമ കളിക്കുന്നത് എന്താണ്? എന്തിനല്ലേ ഇങ്ങനെ വുമൻ കാർഡൊക്കെ ഇറക്കിയിട്ട് ഡ്രാമ കളിക്കണേ? ഇത്ര ഡ്രാമ കളിച്ചിട്ട് ആൾക്കാരൊന്നും കാണുന്നില്ല, അത് വേറെ കാര്യം. ഓ മൈ ഗോഡ്. ആക്ച്വലി കുറച്ച് കരഞ്ഞിട്ടൊക്കെ പറയാനുള്ള ഇതൊക്കെ, പക്ഷെ എനിക്ക് ആക്ച്വലി കോമഡി ആയപ്പോൾ തോന്നണം. ആദ്യത്തെ ദിവസം ഭയങ്കര വിഷമിച്ചിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെ ഡോക്ടർ ആയിരുന്നായിരുന്നു. ബേസിക്കലി നിങ്ങൾക്ക് ഡോക്ടർമാരുടെ കൈയക്ഷരം അറിയാലോ. പിന്നെ അതുമാത്രമല്ല, ഒരാൾ വിഷമിച്ചിട്ട് എഴുതുമ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, മറ്റേതുണ്ടോ, മറിച്ചുണ്ടോ. ആക്ച്വലി നമ്മൾ അങ്ങനത്തെ പോസ്റ്റൊക്കെ ഇടുമ്പോൾ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇട്ടാലാണ് നമ്മൾ ഡൗട്ട് അടിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്കൊക്കെ ഇത്ര വിഷമത്തിൽ എഴുതുമ്പോൾ കൈ വരയ്ക്കണമെന്ന് അടക്കം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നോട് കുറച്ച് ആൾക്കാർ മെസ്സേജിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. നല്ല ആൾക്കാരെ, അതായത് ഇതുപോലത്തെ ആൾക്കാർ കുറെ അങ്ങനത്തെ കുറെ കുറെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും അത് ആലോചിക്കാനുള്ള ഒരു മെന്റാലിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്ര വിഷമമായിരുന്നു അത് കണ്ടപ്പോൾ. കാരണം എനിക്കെങ്ങനെയാ നോക്കിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് അവർക്കും അറിയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നാവ് പൊന്നുണ്ടല്ലോ, ഞാൻ വേറെ ഒന്നും പറയാനില്ല, ഈ നാവ് പൊന്നുണ്ടല്ലോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്. എനിക്കൊക്കെ ചെറിയൊരു സഹായം ചെയ്താൽ അവനെ ഞാൻ എൻ്റെ ജന്മത്തിൽ മറക്കത്തില്ല. പക്ഷെ ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന്. ഓരോ 2 മാസം കൂടുമ്പോൾ 10-20 ദിവസം ഹോസ്പിറ്റലിൽ ഞങ്ങള് ആക്ച്വലി ഹണിമൂണിന് ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അവിടെ ചോര ഛർദ്ദിച്ചിട്ടും ICU-ലുമായിട്ട്. അപ്പം ICU-ലേക്ക് പറയും എന്നെ ICU-ൽ കയറ്റണം, ഇവള് ഒപ്പുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ല എന്ന്. ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും പറ്റില്ല എന്നുള്ളത്. ഇപ്പൊ എല്ലാം പറ്റണത് ഞാൻ കാരനാന്ന് പറയുമ്പോൾ ആക്ച്വലി ഒന്നിനും ഇടപെടണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിന്നാ. ഓ മൈ ഗോഡ്. അടുത്ത കമന്റ്, യു ഷുഡ് ആസ്ക് ദ അതർ 2 women why they slept with him. Obviously they like sleeping with him, didn't they? നിങ്ങൾ ഇടയിൽ വന്ന് കിടന്നിരുന്നു ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്? Ask your questions to them because it is a woman who decides the relationship with a man. Oh my god. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ കാണില്ല, അതുപോലെ തന്നെ നിന്റെ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്
ഒരു അറേഞ്ച്ഡ് മാരേജ് ആവേണ്ട സാധനം ഇന്നെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് ഇറക്കി കൊണ്ടുപോയതല്ല, ഞാൻ ഇന്നെ ഇറക്കിയിട്ട് കല്യാണമാക്കിയത്. എന്നിട്ട് പിന്നെ ഇനി അവിടെ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്നെ വേറെ ആൾക്കാർക്ക് വിൽക്കുമോ എന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ വേറെ അങ്ങനെയും സംശയിക്കേണ്ടിയിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ. പക്ഷെ നേരെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി, ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അമ്മയുടെയും പൂജാമുറിയുടെയും മുമ്പിൽ ഒരു വെഡ്ഡിങ് ചെയിൻ ഇട്ടു. അത് അമ്മയുടെ സ്വർണ്ണമാണ്, അമ്മ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഒക്കെയാണ് പറഞ്ഞത്. ഐ ഡോണ്ട് നോ ഇത്ര തവണ അത് സ്വർണം തന്നെയാണോ എന്ന് ദൈവത്തിനറിയാം. അങ്ങനെ ഒരു വെഡ്ഡിങ് ചെയിൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വെഡ്ഡിങ് ചെയിൻ ഇടുന്ന പരിപാടി സ്ഥിരമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. എത്ര കഴിക്കിട്ടുണ്ടെന്ന് ആർക്കറിയാം, അത് വേറെ കാര്യം. അന്ന് തന്നെ എൻ്റെ FB ഡിലീറ്റ് ചെയ്തു. വെറുതെ കൂടെ കിടക്കാൻ വരുന്ന ആൾക്കാരുടെയൊക്കെ FB ഡിലീറ്റ് ചെയ്യണതന്നെ. FB ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഫോൺ എറിഞ്ഞു പൊട്ടിക്കേണ്ട ആവശ്യം എന്താ? അവരുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് തെറി പറയേണ്ട ആവശ്യം എന്താ? അവരെ കൊല്ലുന്നു പറഞ്ഞിട്ടൊക്കെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം എന്താ ഫ്രണ്ട്സിന്, ഒരു കൂടെ കിടക്കാൻ വരുന്ന പെണ്ണുങ്ങളുടെ? ഓ മൈ ഗോഡ്. പിന്നെയുണ്ട് കേസുകൾ, അത് വേറെ, അതൊക്കെ ഇനി അടുത്ത കമന്റ് ചെയ്യാൻ ശേഷം. ഇതെന്തായാലും വിടില്ല എന്നൊക്കെയറിയാം, കാരണം ഇത് അത്ര കാലത്തെ ബന്ധമാണ് ഇവര് തമ്മിൽ. സോ ഇത് ഇപ്പോൾ ഈ ഒരു റിപ്ലൈ വീഡിയോ ഇട്ടുകൊണ്ട് ഇവർ നിർത്തില്ല എന്നുള്ളത് 100% ഷുവറാണ്. ചിലപ്പോൾ പേര് മാറ്റിയായിരിക്കും, ചിലപ്പോൾ ഈ പേരിൽ ഒക്കെ ഇവരല്ല, ചിലപ്പോൾ ആണിനെയൊക്കെ കൊണ്ടുവരും. പക്ഷെ ഇതിന്റെ മാസ്റ്റർ മൈൻഡ് ആരാന്ന് മനസ്സിലായി. എനിക്ക് കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, കാരണം ഇതൊക്കെ ഞാൻ എഴുതിയിടുമ്പോഴേക്കും കുറേ സമയമാവും, ആൾക്കാർക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചത്. ഞാൻ ഇത്രയൊക്കെ ഇങ്ങനെ തൊണ്ട പൊളിച്ചിട്ട് പറയുന്നുണ്ട്, 3 ദിവസമായിട്ട് ഇങ്ങനെ വിധിയുണ്ട്. ആരൊക്കെയോ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കൺസേൺഡ് ഹെൽപ്പ് ലൈൻ ഫോറംസിലേക്കൊക്കെ മെസ്സേജ് വിടുന്നുണ്ട്. പക്ഷെ പലതിനും തന്നെ റിപ്ലൈ, ആ കുട്ടി എങ്ങാനും സൂയിസൈഡ് ചെയ്താലോ? ഇല്ല, ഷീ ഈസ് എ ബോൾഡ് ഗേൾ, ഷീ വിൽ ഫൈൽ കേസ്. ഓക്കെ. പിന്നെ അടുത്തത്, അവരെന്തെങ്കിലും ചെയ്താലോ, ഇവരെ ഭീഷണിപ്പെടുത്തി ഇനി എന്തെങ്കിലും ഉപദ്രവിച്ചാലോ അവരുടെ വീട്ടുകാരനെ? അതൊന്നും ഉപദ്രവിക്കില്ല, അങ്ങനെ ഉപദ്രവിക്കണമെന്ന് ഇവിടെ നടക്കില്ല. എന്നാലും അനങ്ങാനൊരു ചാൻസ് ഒന്നും ഇല്ല. അടിപൊളി. ഞാൻ ഏത് ഫോറംസിലേക്കൊക്കെയാണ് വിട്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഇതാണ് അവസ്ഥ. ഇത് ഇനി എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ കമന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താന്ന് പറഞ്ഞാൽ, അവരൊരു റിലേഷൻഷിപ്പിൽ മാത്രമുള്ളൂ, ലീഗലി മാരീഡ് അല്ല. ലീഗലി മാരീഡ് ആയിരുന്നെങ്കിൽ അവരെങ്ങനെ അടുത്ത ആളിനെ കല്യാണം കഴിക്കും? ലീഗലി ഡിവോഴ്സ് വേണ്ടേ? അതാണ്, ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, ഞങ്ങൾ മ്യൂച്വലി കൺസെന്റിൽ പിരിഞ്ഞിട്ടില്ല, വേറൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ്. ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും അപ്പൊ വിഡ്ഢികളാക്കുമായിരുന്നോ? ഇന്ന വിഡ്ഢിയാക്കിയത് പോട്ടെ, നമ്മൾ പൊട്ടത്തി അല്ലെങ്കിൽ ലൂസ് കേസ് എന്നൊക്കെയാണ് എല്ലാവരോടും പറയണേ. പക്ഷെ ഇത്ര ആൾക്കാരുടെ മുന്നിലൊക്കെ നടത്തിയിട്ട് ഫംഗ്ഷനും ഇതൊക്കെ നടത്തി ഞാനത് കല്യാണമെന്ന് വിചാരിച്ചു. എന്നോട് അത് കല്യാണമെന്നാ പറഞ്ഞത്. പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം അതെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇവരും പറഞ്ഞായിരുന്നു, ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ മീഡിയയിലുള്ള ആള്. എനിക്കറിയാം ഇയാളുടെ ഹൊറോസ്കോപ്പ് ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇവരൊക്കെ ഭയങ്കര വലിയ കുടുംബമാണ്, ഇവരൊന്നും ചതിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമ്മ പറയുന്നുണ്ട്, ഞാൻ സ്നേഹിച്ച ആള് പറയുന്നുണ്ട്, ഇങ്ങനെ വലിയ വലിയ പൊസിഷനുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അതെ, ഹീസ് എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ്. എന്നോടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. കാരണം മുമ്പുള്ള ആള് പുള്ളിക്കാരനെ പോയ്സൺ കൊടുത്ത് കൊല്ലാൻ നോക്കി, അതുപോലെ തന്നെ പല മോശമായിട്ടുള്ള കണ്ടീഷനിൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിലത്തെ ഡോക്ടറിനെ കൊണ്ട് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളിയുടെ ജീവിതത്തിൽ, സത്യമാണ്. 2, ഒരു കസ്റ്റംസ് ഓഫീസറാണോ അത് വേറെന്തോ ഓഫീസറാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അയാളുടെ മോൻ കണ്ടാൽ നന്നായിട്ട് തിരിച്ചറിയും, പേര് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഓർത്തെടുത്താൽ കിട്ടും. അപ്പോൾ ആ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാനും ഇവനും കൂടി വന്നപ്പോഴാണ് ഇങ്ങനെ മോശമായ സാഹചര്യത്തിൽ കണ്ടത്. അപ്പൊ ഞാനും വിചാരിച്ചു, ഇത്രയൊക്കെ വലിയ ആൾക്കാർ നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയണ്ടെങ്കിൽ സത്യമായിരിക്കുന്നു ഞാൻ അന്ന് വിചാരിച്ചു. അപ്പൊ പുരിയല്ല ഇപ്പൊ പുരിയത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ.
മാരിറ്റൽ അബ്യൂസ്, ഹീസ് എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ്. നിങ്ങൾ അർത്ഥം അറിഞ്ഞിട്ടാണോ ഇതൊക്കെ പറയണേ? അടിപൊളി അടിപൊളി അടിപൊളി. പിന്നെ ഈ എനിക്കതൊന്നും പറയാപ്പോ വയ്യ, ടു മച്ച് ആ നടന്ന കാര്യം. എനിക്ക് ടൈം കിട്ടുമ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെന്തായാലും ഇതൊന്നും കേസാവാൻ പോണില്ല എന്നുള്ളത് എനിക്കിപ്പോൾ ഒരു ഉദ്ദേശം മനസ്സിലായി. അതുപോലെ തന്നെ ആരും സഹായിക്കാനുണ്ടാവില്ല എന്നും മനസ്സിലായി. പക്ഷെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഈവൻ എന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ പോലും എനിക്ക് സമാധാനമുണ്ട്. എന്തെങ്കിലും ഞാൻ പറഞ്ഞത് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം, എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ പേടിപ്പിച്ചിട്ടൊക്കെ നിർത്തുന്ന ആൾക്കാർ, പാവപ്പെട്ട സ്ത്രീകൾ. ഞാനും പാവാട്ടോ, ഞാനും അത്ര വലിയ ഭയങ്കരമൊന്നുമല്ല. ബട്ട് എനിക്കിപ്പോൾ ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഡിപ്രഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ പാരൻസും ഉണ്ട്. സോ അതുപോലെ തന്നെ ആരും ഇല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രത്യേകിച്ച് കുഴപ്പങ്ങളും ഇല്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ നിങ്ങളെ സഹായിക്കും? അതെനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ഞാൻ ഇങ്ങനെ വായ കയറിയിട്ട് നടന്നതൊക്കെ ഒരു നാണക്കേടില്ലാണ്ട് പറയുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവണ കോൺസിക്വൻസസ്, ഈവൻ ഇന്ന ഡ്രസ്സില്ലാത്ത ചിത്രം പോലും പുള്ളി ചിലപ്പോൾ പുറത്തു വിടും. അതുപോലെ തന്നെ പലതരത്തിലുള്ള വീഡിയോ പറയും. ഇങ്ങനെ ആള് വിഷം കൊടുത്തു എന്നൊക്കെ മുമ്പത്തെ ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഓക്കെ, മരുന്ന് കൊടുത്തിട്ട് തെറ്റിച്ചു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് കുറവാ, അത്രയ്ക്ക് തെറ്റി പറഞ്ഞിട്ടില്ല. എന്തോ നോക്കിയതിൻ്റെ ഇത്തിരി സ്നേഹം, അല്ലെങ്കിൽ ലൂസ് മോഷനൊക്കെ കഴിയേണ്ട ഇത്തിരി സ്നേഹമായിരിക്കും അതെന്ന് വിചാരിക്കണം. അത് മരുന്നിലൊതുക്കിയത്. പിന്നെന്താ, ആരേനെ പറ്റി പറഞ്ഞ എന്തൊക്കെ ചെയ്യുന്നൊക്കെ ആരൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ കണ്ടായിരുന്നു അത്. ഓ മൈ ഗോഡ്, അടുത്ത ഇൻട്രസ്റ്റിംഗ് കമന്റ്. ഹി ഈസ് അലൈവ് ടുഡേ ബിക്കോസ് ഓഫ് ഹിസ് ഡോണർ, ഡോക്ടേഴ്സ് ഹു ഡിഡ് ദ സർജറി, ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഹു മേഡ് ക്രിട്ടിക്കൽ ഡിസിഷൻ അബൌട്ട് ഹിസ് സർജറി, ഓ മൈ ഗോഡ്, ആൻഡ് ട്രീറ്റ്മെന്റ്, ഹിസ് വൈഫ്, ആൻഡ് ഗോഡ്സ് ഗ്രേസ്. If Elizabeth did something beneficial for him, she would have mentioned. ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഈ ചേച്ചി കണ്ടിട്ടുണ്ടായിരിക്കില്ല. Neither Elizabeth is talking about their past relationship because they ended it mutually. എൻ്റെ അറിവിൽ ഞാൻ മ്യൂച്വലി ആരായിട്ടും ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടില്ല. പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നുണ്ട്, ഇത്ര കാലം പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നുണ്ട്. പക്ഷെ ഇത്ര വൃത്തികെട്ടൊക്കെ കമന്റ് ഇത്ര കാലമായിട്ട് നിർത്തിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഇതൊക്കെ ഇടുന്നതാ, ശരിക്കും സഹിക്കാൻ പറ്റാണ്ടിരുന്നതാ. ഡോണ്ട് പുൾ എലിസബത്ത് അൺനെസസറിലി ആൻഡ് സ്പോയിൽ ഹെർ നെയിം. ഓ മൈ ഗോഡ്, ഇത്ര സ്നേഹം എൻ്റെ നെയിം സ്പോയിൽ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇഫ് യു കെയർ ഫോർ എലിസബത്ത് ജസ്റ്റ് കീപ് യുവർ മൗത്ത് ഷട്ട് ആൻഡ് ലെറ്റ് ഹെർ ലിവ് ഹെർ ലൈഫ്. ഞാൻ ലിവ് ചെയ്യുന്ന ലൈഫ് ഭയങ്കര ലൈഫാട്ടോ ഇപ്പോൾ. നിങ്ങളൊക്കെ തന്ന ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഈ കമന്റില് ഡോക്ടേഴ്സ് ഹു ഡിഡ് ദ സർജറി പറയാൻ പറ്റില്ല. ഭയങ്കര നന്ദിയുണ്ട്. സുധീന്ദ്രൻ സാറ് ഒരു രക്ഷയില്ല. അത് മാത്രമല്ല, ഒരു ഡോക്ടറിന്റെ പേരിക്ക് ഓർമ്മയില്ല, പക്ഷെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അവരൊക്കെ ഇന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരൊക്കെ അടിപൊളിയായിരുന്നു, വലിയ ആൾക്കാരാണ്. ഐ എം ഫാൻ. പിന്നെ ഡോണറിന്റെ കേസ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു പരിചയമില്ലാത്ത ആള് വന്നതാണ്. പക്ഷെ അതിൽ വേറെയും കുറേ കളികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഓൾറെഡി വലിയ വീഡിയോ ഒക്കെ, ഞാൻ ഇത്ര വലിയ വീഡിയോ ഒന്നും ഇടാറില്ല. അതിൻ്റെ കളി കുറച്ച് സ്പെഷ്യൽ ലൂപ്പുകളാണ്, അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്തായാലും ഇതിപ്പം പ്രത്യേകിച്ച് ഇതിനിപ്പോൾ ഒരു ഉത്തരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ, അപ്പോൾ അത് പിന്നെ പറയാം. പിന്നെ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഹു മെയ്ഡ് ക്രിട്ടിക്കൽ ഡിസിഷൻ. ഇങ്ങനെ ഈ കോമയിലേക്ക് പോവുക, പാരലൈസ്ഡ് ആവുക, ഇയാളിനെ വെന്റിലേറ്ററിലാക്കുക, അതുപോലത്തെ ഡിസിഷനിലൊക്കെ ഇവരുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഞാനുണ്ടായിരുന്നു, പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. രാത്രി 5 മണിക്കാണ് പുള്ളീനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, വീണ്ടും ബ്ലീഡിങ് ആയിട്ട്. INR ക്രിട്ടിക്കല്. പുള്ളി ഭയങ്കര അക്രമമായിരുന്നു, ടെൻഷൻ അടിച്ച് ചത്തു എന്ന് പറയാം. അതൊക്കെ ഇപ്പോൾ വെറുതെ അല്ല, വേറെ ആൾക്കാരായിരുന്നല്ലോ അവിടെ. പിന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ അപ്പം തന്നെ ബുക്ക് ചെയ്തിട്ട്, എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല, വന്നിട്ട് സർജറിയുടെ സമയത്ത്
പുള്ളിയുടെ ബ്രദറും അതുപോലെ തന്നെ ചേച്ചി എത്തി. എന്നിട്ട് അവർ നെക്സ്റ്റ് ഡേ തന്നെ അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഇന്നെ ഒരു പണിക്കാരി പോലെയാണോ കണ്ടിരുന്നത്? ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ തീട്ടും മൂത്രമൊക്കെ കഴുകുക, അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ പോയി പണി നോക്കിക്കോ, എൻ്റെ ക്രെഡിറ്റൊക്കെ എൻ്റെ ആൾക്കാണ്, അതായിരുന്നു നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി. എന്നാൽ മിനിമം ആ ചെയ്ത കൂലിക്ക് നമുക്ക് ഒന്ന് കാശൊക്കെ തരേണ്ടത്. സീരിയസ്ലി, നമ്മളൊരു പണിക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ഭാര്യയല്ല എന്ന് പറയണു, പിന്നെ എന്തിൻ്റെ കേടിനെ ഞാൻ നിങ്ങളുടെ ഈ മോഷനൊക്കെ കഴുകുക, അതുപോലെ തന്നെ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങളുടെ ഡ്രിപ്പ് തീരുമെന്ന് നോക്കുക, നിങ്ങളുടെ അത് കഴുകുക ഇത് കഴുകുക, നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക. അവരും പറഞ്ഞു ഇനിയൊരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല, ഇന്റെ പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന്. കുറെ കാലമായി അവൻ പല പെണ്ണുങ്ങളായിട്ട് നടക്കണു. ഇനി എലിസബത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഇനി വേറൊരു പെണ്ണും കയറില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാന്ന് അവരെനിക്ക് ഒന്നും കൂടി ഉറപ്പ് തന്നിട്ടൊക്കെ പോയത്. പക്ഷെ പുള്ളിയുടെ ഹെൽത്ത് റെഡി ആയപ്പോൾ ആർക്കും ആ വാക്കുമില്ല, ആൾക്കാരനെ കാണുന്നുമില്ല. പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അവർ പോയി. അടിപൊളി. അവരോടൊന്നും എനിക്കൊരു വിഷമമില്ല, ഭയങ്കര സ്നേഹം മാത്രം. പക്ഷെ വീണ്ടും വീണ്ടും ഇത്രയൊക്കെ നമ്മൾ വേണ്ട ഇതിൽ ഇടപെടണ്ട ഇന്നെ ഈ പേടിച്ചിരുന്നിരുന്ന ഇന്നെ കൊണ്ട് ഇപ്പോൾ ഒരു 37 മിനിറ്റ് വീഡിയോ ആയിട്ടും ഇന്നെ നിർത്തിക്കണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് കാരണം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു കുറച്ചു കാലം കൂടെ താമസിച്ചാണല്ലോ, അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ആദ്യം തന്നെ ഒന്നെങ്കിൽ തോക്കായിട്ട് വരും, വാളായിട്ട് വരും, അല്ലെങ്കിൽ ഗുണ്ടകളിനെ വിടും, അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കും. കേസ് കൊടുക്കണം ഞാൻ കുറവ് കണ്ടോണേ, അല്ലെങ്കിൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കര അറ്റാക്ക്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് പതുങ്ങിയിരിക്കുന്നത് നിങ്ങൾ പ്ലാനിങ് ആണെന്ന് മനസ്സിലായി. ഈ ട്രഡീഷണൽ വുമൻ അല്ലാത്ത കാരണല്ലേ ഒരു ആള് ഇനി ഉണ്ടാവില്ല, ഇറങ്ങി വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഇറങ്ങിപ്പോയത്. അല്ലെങ്കിൽ കൊലസ്ത്രീയും അല്ലെങ്കിൽ എന്താ ട്രഡീഷണൽ വുമനൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഇറങ്ങിപ്പോവോ? അതുകൊണ്ടല്ലേ അമ്മയൊക്കെ വന്നിട്ട് താലിയിട്ടപ്പോൾ, അമ്മയൊക്കെയുള്ള പ്രസൻസിൽ താലിയിട്ടപ്പോൾ വിശ്വസിച്ചത്, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയത്. അവിടെ വെച്ചിട്ട് തന്നെ പലതും സംഭവിച്ചത്. പിന്നത്തെ കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത്രയ്ക്കും മോശമായിട്ട് ഒരു കുട്ടീനെയും ഇത് പറിച്ച് പറയുമ്പോൾ നിങ്ങൾ പലരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര കാലം നിങ്ങളുടെ പല ക്രിമിനൽ കഥകൾ വരുമ്പോഴും നിങ്ങൾ സെന്റിമെന്റ്സ് മേടിച്ചായിരുന്ന ആ കുട്ടിയുടെ പേരില്ല. അതിന്റെ നന്ദിയെങ്കിലും കാണിക്കടോ. എത്ര പ്രാവശ്യം അവരുടെ ഫോൺ ലീക്ക് ചെയ്തിട്ടുണ്ട്. ഫോൺ ലീക്ക് ചെയ്ത് പല മീഡിയകൾക്കും കൊടുത്തിട്ട് അയ്യോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. മുമ്പൊക്കെ അതൊക്കെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്ര ആൾക്കാരനെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്തപ്പോ പറയാ. നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും അതിനൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ ഇതിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇടുമ്പോ നാളെ ചിലപ്പോൾ ഒരു കേസ് വരെയായിരിക്കും. കുഴപ്പമില്ല, ഞാൻ എല്ലാത്തിനും തയ്യാറായിട്ടാണ് ഇതിൽ ഇറങ്ങിയോണെ. എനിക്ക് മതിയായി പേടിച്ചിട്ടിരുന്നിട്ട്. ഈ പേടിച്ചിട്ടിരുന്നിട്ട് ലൈഫ് ലോങ് ഇങ്ങനെ പേടിച്ചിട്ടിരിക്കേണ്ടി വരും. ഇപ്പോൾ ഒന്നെങ്കിൽ ഓക്കെ നിങ്ങൾ പോലീസ് പിടിച്ചിട്ട് ഇതേക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാസം വന്നിട്ട് ഇത് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ കുറച്ച് കാലം ജയിലിൽ കെട്ടിട്ട് പിന്നെ നമ്മുടെ ചെറുത്താനെ നിർത്തിയ പോലെ ജയിലിലിട്ട് ഫോട്ടോ എടുത്തിട്ട് നാണം കെടുത്തും. ആക്ച്വലി ഇത്രയൊക്കെ നാണം കെട്ടാൻ ഞാൻ ഇനിയിപ്പോൾ ജയിലിൽ കയറുമ്പോൾ കൂടുതൽ നാണം കെടുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ചെറിയാണ്. മൈ ഗോഡ്, ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ടില്ലേ? ആരെങ്കിലും പോവോ ഇയാളുടെ കൂടെ? എനിക്ക് അന്ന് അതൊന്നും പുരിയല്ലേ, ഇപ്പൊ പുരിയത്. അങ്ങനെ അപ്പം അത്ര നാണം കെട്ടിരിക്കണ എനിക്ക് ഞാൻ ഓൾറെഡി ഒരു ജയിൽ പോലത്തെ അവസ്ഥയിൽ നിന്നൊക്കെയാണ് വന്നത്. അപ്പോൾ എനിക്ക് ഗവൺമെന്റ് ജയിലിന് ഇത്തിരി വിശ്വാസമുണ്ട്. അതിൽ ഓക്കെ നടടിയൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ. അതൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, കുഴപ്പമില്ല. ഇത്രയും നമ്മൾ അടി കിട്ടാനും നല്ല പ്രാക്ടീസ്ഡ് ആയിട്ട്, അതുപോലെ തന്നെ പല വൃത്തികെട്ട രീതിയിലുള്ള അറ്റാക്കൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ പ്രാക്ടീസ്ഡ് ആണ്. അതുകൊണ്ട് അതും വലിയ കുഴപ്പമില്ല. പിന്നെ ഭക്ഷണം കിട്ടുമല്ലോ. എനിക്ക് 3 ദിവസം ഭക്ഷണം കിട്ടാണ്ടൊക്കെ ഇരുന്നുണ്ട്. നമ്മളതിനെ റൂമിലൊക്കെ പൂട്ടിയിട്ടിട്ട്. സോ ടാപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. അത്രയ്ക്കൊന്നും ജയിലിൽ വരില്ല എന്നെനിക്ക് തോന്നുന്നു. സോ അതൊന്നും വലിയ കുഴപ്പമില്ല.
അഡ്ജസ്റ്റബിൾ. ഞാൻ എന്തിനും ഇത് ചെയ്യാണ്. നിന്റെ വീട്ടുകാരും നാണം കേടാൻ കുഴപ്പമില്ല. വീട്ടുകാർക്ക് നിന്റെ സമാധാനത്തിന് എന്താ തോന്നണ വെച്ചാൽ നീ ചെയ്തു എന്ന് അങ്ങോട്ട് പറഞ്ഞു. കാരണം ഞാൻ കുറെ കാലമായിട്ട് ഇനി എത്ര ആൾക്കാർ ഇതിൽ പെടും. ഞങ്ങളുടെ കല്യാണ സമയത്ത് ഒരു ആയുർവേദ ഡോക്ടർ വന്നിട്ട് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെ കുറെ മെസ്സേജുകൾ എൻ്റെ കയ്യിലുണ്ട്. അവര് എനിക്കറിയില്ല, അന്ന് എന്നോട് വട്ട് കേസാന്ന് പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുക എന്നൊക്കെ എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ അതും വിശ്വസിച്ചു. അപ്പൊ അവരുടെയൊക്കെ പ്രായമായിരിക്കും ഇപ്പൊ ഞാൻ ഈ അനുഭവിക്കണത്. കുഴപ്പമില്ല, നമ്മള് അനുഭവിക്കേണ്ട സാധനങ്ങൾ നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും അനുഭവിക്കും. പക്ഷെ ഇത് ഭയങ്കര മോശം ആണ് ഈ കുട്ടീനെ പറ്റിയിട്ട് പറയണത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പല കേസുകളിൽ നിന്നും നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത ഒറ്റ കാരണം നിങ്ങളുടെ കുട്ടിയുടെ ഉള്ള കരച്ചില. ഈവൻ എനിക്ക് ഇഷ്ടം തോന്നിയതൊക്കെ നിങ്ങൾ ഡാഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കരഞ്ഞിട്ട് പുള്ളിക്കാരുടെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ കരച്ചിലാണ് വീണത്. അങ്ങനെ പല പെണ്ണുങ്ങളും ആ ഇതിൽ തന്നെ വീണ. ഇനിയും നിങ്ങൾ അതുപോലത്തെ ഒരു സിമ്പതി കിട്ടാനുള്ള പരിപാടി നിങ്ങൾ ഉണ്ടാക്കാൻ പോകണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇത്ര കാലം ഒരുമിച്ച് താമസിച്ചുല്ലോ. അപ്പൊ നിങ്ങളുടെ അടുത്ത മൂവ് ഏകദേശം ഞാൻ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത ന്യൂസ് ഇതായിരിക്കും. അതുവരെ നിങ്ങൾ ഒന്നും മിണ്ടില്ല. അടുത്ത ന്യൂസ് ആ സംഭവമാണ്. വെയിറ്റിംഗ്, ഐ ആം വെയിറ്റിംഗ്. നമ്മള് വിജയ് സാറൊക്കെ പറയില്ലേ, അതാണ്. എന്റെ ദൈവം, ഇതൊന്നും നിൽക്കണില്ലല്ലോ. ഞാൻ ടൈമർ ഇട്ടിട്ട് ഇത്തിരി കൂടിപ്പോയി. എന്തായാലും അല്ലാതെ അടിപൊളിയാണ്. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളി. സീരിയസ്ലി അതൊരു വലിയൊരു കേസാണ്. കാരണം എന്താ വെച്ചാൽ ഈ കസ്തൂരിന്ന് വന്ന കുറെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാ ഇപ്പോൾ 2 കസ്തൂരിയുടെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, 2 കസ്തൂരിയുടെ അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടുന്നത് മാത്രമല്ല പഴയ കമന്റുകൾ പലതും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇട്ട് അവർ ഹൈഡ് ചെയ്ത് അൺഹൈഡ് ചെയ്താൽ ഓക്കെ ഇപ്പൊ നോക്കുമ്പോൾ കാണാണ്ടല്ലോ എന്ന് പറയും. സോ 2 വേണമെങ്കിലും ആവാം, എനിക്ക് എന്തായാലും കാണാനില്ല. അതുപോലെ തന്നെ ആ സ്ക്രീൻഷോട്ടിലിട്ട പല കാര്യങ്ങളും ഇപ്പൊ അതിൽ അവർ മോഡിഫൈ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള കമന്റുകളാണ് ഇപ്പൊ പലതും. അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ പ്ലാൻ ചെയ്യണേന്ന് അറിയില്ല. ആ പ്ലാൻ ചെയ്യണതിന്റെ ഭാഗമായിട്ടാണ് അവര് അതൊക്കെ ഒന്ന് മാറ്റി കുറുക്കി എന്തായാലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ എല്ലാം ഒന്നൊരു മയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തിരി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഭയങ്കര ഒരു വൃത്തിയട്ട ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ആക്ച്വൽ ലാംഗ്വേജിൽ. ഇപ്പൊ പക്ഷെ കുറച്ച് മയം വന്നിട്ടുണ്ട്, ഒരു വാക്കിനൊക്കെ ഇത്തിരി ശുദ്ധി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ബാഡ് വേർഡും കൂടി കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നിങ്ങളേനെ ആണ് എന്ന് ഓർമ്മ വന്നത്. ഓക്കെ, ആക്ച്വലി ഇനിയൊരു വേറെ കമന്റും കൂടി ഉണ്ട്, അതെനിക്ക് മിസ്സായിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. ഞാൻ ഹസ്ബൻഡായിട്ട് വിചാരിക്കണ ആളിനെ ഞാനെന്തിനാ പേഷ്യൻ്റായിട്ട് കാണണേ? ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിലും ഒരു ലിവർ പേഷ്യൻ്റ് അല്ലെങ്കിൽ സിറോസിസ് ആയിട്ട് വന്നിട്ടുള്ള ആളൊക്കെ എന്തിനാ ഒരു MBBS ജസ്റ്റ് കഴിഞ്ഞൊരു കുട്ടീനെയൊക്കെ കാണേണ്ട ആവശ്യം? അത് ഇത്ര വലിയ കാശുള്ള ആള്, എനിക്ക് അത്ര വലിയ പൊസിഷനൊക്കെ ഉണ്ടോ? മൈ ഗോഡ്. പിന്നെ ഇവര് ഭയങ്കരമായിട്ടോ ഇവര് വിട്ടിട്ടില്ല. ഞാൻ തന്നെയാണ് പുള്ളിക്കാരിനെ കുറച്ച് മുമ്പ് പറഞ്ഞു, പുള്ളിക്കാരി ഡോക്ടറിനോടൊക്കെ നന്ദി പറയണമെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേഷ്യൻ്റാണ്, അപ്പം എന്നോടാണോ നന്ദി പറഞ്ഞത്? സത്യമായിട്ട് ഞാൻ പുള്ളിക്കാരനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഫോളിങ് ഇൻ ലവ് ബിക്കോസ് ഹീ ഈസ് എൻ ആക്ടർ ഓർ സംതിങ് ഷോസ് ഹെർ ഇറസ്പോൺസിബിലിറ്റി ആൻഡ് ഇമ്മച്യൂരിറ്റി. അപ്പോൾ നടന്മാരനോടൊന്നും ആർക്കും പ്രേമം തോന്നാൻ പാടില്ലേ? സത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പുള്ളിയുടെ ഡോക്ടറല്ല, ഞാൻ ഒരു തരത്തിലും പുള്ളിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഓക്കെ, മാരേജ് അല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ഞാൻ എപ്പോഴാണ് ട്രീറ്റ് ചെയ്തതെന്നൊന്ന് പറയണം. അത് എൻ്റെ ഭയങ്കര വിനീതമായ റിക്വസ്റ്റാണ്. ഇതിനു മുമ്പ് ഇതിനെയാണ് മോശമായിട്ടുള്ള രീതിയിൽ ഇവർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വേറെ തരത്തിലുള്ള എഡിറ്റഡ് വേർഷനാണ്. 10 ദിവസം മുമ്പ് വന്ന വീഡിയോ ആയിരുന്നു. 8 ദിവസം മുമ്പ് ഒരു കമന്റ് ഇട്ടുണ്ടായിരുന്നു, അത് അവർ ഡിലീറ്റ് ആക്കിയിട്ട് ഇന്നലെ ഞാൻ ആ പോസ്റ്റ് ഇട്ടപ്പോൾ ഡിലീറ്റ് ആക്കി പുതിയ കമന്റ് ഇട്ടതാണ്. അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ.
കുറച്ചുകൂടി ബെറ്ററാണ്. നമുക്ക് ഇതൊന്നും കണ്ടാൽ വലിയ വിഷമം തോന്നില്ല. കഴിഞ്ഞ ദിവസത്തെ കമന്റ് കണ്ടപ്പോൾ നന്നായിട്ട് വിഷമം തോന്നി. ഓക്കെ, ആള് വൾണറബിൾ പൊസിഷനിലായ കാരണമാണ് റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്തത്. ആക്ച്വലി ഞാൻ ഈ താലി എൻ്റെ കഴുത്തിൽ ഇടുമ്പോൾ എനിക്ക് പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ അറിയണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ജീവിതകഥ മൊത്തം പറയുമ്പോൾ എനിക്ക് ദൈവം കൊണ്ടുവന്നതാണ് നിന്നെ സംരക്ഷിക്കാൻ നിന്നോട് പറഞ്ഞ ആള് അവസാനം ഞാൻ സംരക്ഷിക്കേണ്ടി വന്നതാണ് അതിൻ്റെ ഒരു കഥ. അതായത് ഞാൻ അറിയാണ്ട് ഞാൻ ഓക്കെ, ഈവൻ ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്ക് ഇനിയിപ്പോൾ എന്ത് രോഗം ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പ്രേമം അത് ബേസ് ചെയ്തിട്ടല്ല. ഞാൻ ഒരാളിനെ ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. പക്ഷെ അതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല, അത് വേറെ കാര്യം. It seems they were not compatible due to their professional, cultural, religious differences. So they mutually ended their relationship. ഈ മ്യൂച്വലി എൻഡ് ചെയ്യാൻ നിങ്ങളാണോ എൻ്റെ ഇടയിൽ വന്നിട്ട് നിന്നുണ്ടായിരുന്നത്? ഞാൻ മ്യൂച്വലി എൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഡിവോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങളെങ്ങനെയാണ് അത് മ്യൂച്വലി എൻഡ് റിലേഷൻഷിപ്പ്? ഞാൻ അത്ഭുതപ്പെട്ടു കല്യാണം കഴിച്ചപ്പോൾ. അയാൾ വേറെ പെണ്ണുങ്ങളിനൊക്കെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. നമ്മളിനി ആൾക്കാർ വിളിച്ച് പറയുമല്ലോ, കുറച്ചു കാലം അവിടെ നിന്നല്ലേ, അപ്പം അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. പക്ഷേ ഇങ്ങനെ കല്യാണം കഴിക്കുന്നൊന്നും വിചാരിച്ചില്ല. അത് ഓൾറെഡി അറിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇറങ്ങി പോകുന്നത്. അതിപ്പോൾ നിങ്ങൾ എന്താക്കി ഓക്കെ, എന്തെങ്കിലും ആക്കട്ടെ. പിന്നെ ഓക്കെ അതിനെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. There is no point in bringing his past or the woman's past. Oh my God, very much, too much comedy. കാരണം എൻ്റെ പാസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഒരാളുടെ പേരൊക്കെ ആൾക്കാർ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അപ്പം തന്നെ ഞാൻ ആക്ച്വലി ആ കമന്റ് ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നെ പറ്റിയിട്ട് എൻ്റെ ഹിസ്റ്ററി മൊത്തം പഴയ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ടൊക്കെ ഇതേ പറ്റിയിട്ട് ഞാൻ പറയും, ഇതിനെ പറ്റി ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് പല സമയത്ത് ഞാൻ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഞാൻ പല മെഡിക്കൽ വീഡിയോകളും ഇട്ടിരുന്നു. അങ്ങനെ ഇട്ട ഒരു വീഡിയോ ആയിരുന്നു അവസാനം. അപ്പം അതിൻ്റെ അടിയിൽ വന്നിട്ടടക്കം എന്നെ ഇതേപോലെ ഭീഷണികൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു ആ കമൻ്റൊക്കെ. കാരണം വെറുതെ എന്തിനാ ഇങ്ങനെ ഇതുപോലെ റിയാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വേണ്ടല്ലോ. നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയാൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി റിയാക്ട് ചെയ്യും. നമുക്കതിന് ഒരു റെസ്പോൺസും കിട്ടില്ല, നമുക്ക് നീതിയൊന്നും കിട്ടില്ല എന്നൊക്കെ പണ്ടേ മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടും ഈവൻ എനിക്ക് ഒരു അടി കിട്ടിയിട്ട് നമ്മൾ സ്റ്റേഷനിൻ്റെ പേര് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ അറിയില്ല. നമ്മളെ സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു. അപ്പോഴേക്കും ഇയാൾ ഇവിടുന്ന് ഓടി വേറെ സ്ഥലത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ കംപ്ലൈൻറ്റ് ആയിരുന്നു. അപ്പോഴും നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മൾ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തില്ല. പക്ഷെ ആള് തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ ഇറങ്ങിപ്പോയാലാണ് പുള്ളി വരുള്ളൂ എന്നാണ് ഡിമാൻഡ്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഇനി ഇറങ്ങിപ്പോവാണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിനു മുമ്പ് ഇതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ ഈ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു നായ്ക്കുട്ടിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം നായ്ക്കുട്ടീനെ. അപ്പോൾ ഞാൻ നായ്ക്കുട്ടീനെ എടുത്തിട്ട് നായ്ക്കുട്ടീനെ ഞാൻ കട്ടിട്ട് പോകുന്നു പറയും. കാരണം മുമ്പ് ഒരു തവണ ഞാൻ ഈ 6 മാസം ന്യൂമോണിയൊക്കെ വന്നിട്ട് ഞാൻ സെപ്പറേറ്റ് ആയി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എന്നെ പറ്റിയിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 25 ലക്ഷം രൂപ കട്ടെടുത്തിട്ട് കൊണ്ടുപോയതാണ്. പിന്നെ എല്ലാവർക്കും ഡൗട്ടാ, അങ്ങനെ 25 ലക്ഷം രൂപ കട്ടെടുത്തിട്ട് പോയ ആളിനെ പിന്നെന്തിനാ വീണ്ടും വിളിച്ചിട്ട് വീട്ടിൽ കയറ്റിയോണേ, വീട്ടിലേക്കല്ല ഹോസ്പിറ്റലിലേക്ക് വയ്യാണ്ട് എടുക്കുമ്പോൾ എന്തിനെ വീണ്ടും വിളിച്ചു വരുത്തിയാണ്. കാരണം പുലർച്ചെ 3 മണിക്കാണ് എന്നെ വിളിച്ചിട്ട് ചോര ഛർദ്ദിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് വരുത്തണത്. അവിടെ ആരുമില്ല സൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. കാരണം അവിടെ ഡോക്യുമെന്റേഷന്റെ ഇതൊക്കെ ഇതിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അറിയില്ല, പക്ഷെ ദൈവം എല്ലാതും കാണുന്നുണ്ടല്ലോ, അത് വേറെ കാര്യം. അപ്പോൾ ഡോഗിനെ എടുത്തു കൊണ്ടുവരാൻ പറ്റില്ല. ഡോഗിനെ വിട്ടിട്ട് പോയ ഭക്ഷണം ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ? അപ്പോൾ ഞാൻ അപ്പത്തെ ഭക്ഷണം കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ലോയറിനെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ലെറ്റർ ആക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോണ്ട് ആളിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചാവി കൊടുത്തിട്ട് പോരുക എന്ന് പറഞ്ഞിട്ട്. കാരണം ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി താക്കോല് മേടിച്ചിട്ടില്ല. കാരണം പോലീസൊക്കെ വന്ന കേസല്ല, അവർ താക്കോല് മേടിച്ചില്ല.
പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ സംഭവം ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംഭവം പറഞ്ഞു. പക്ഷെ അപ്പൊ പറഞ്ഞത് നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ തീർക്ക്, അല്ലാണ്ട് ഇവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. ആക്ച്വലി ഞങ്ങളോട് ലോയർ പറഞ്ഞത് ആ റെസിപ്റ്റ് കൊടുത്തിട്ട് ആ ലെറ്റർ കൊടുത്തിട്ട് താക്കോല് കൊടുത്തിട്ട് ഒരു റെസിപ്റ്റ് വാങ്ങാനാണ് പറഞ്ഞത്. കാരണം എന്ത് വേണമെങ്കിലും അവസാനം അവിടുന്ന് കട്ടെടുത്ത് പോയിന്ന് എന്ത് വേണമെങ്കിലും അടിച്ചു പൊളിച്ചു എന്ന് എന്ത് വേണമെങ്കിലും പറയാം. കാരണം നാക്കിനില്ലാത്ത ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. സോ ആ ഒരു കാര്യം പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ പേടിച്ചില്ല. അതിനു മുമ്പ് ഇന്നെ ഒരു പോലീസ് സ്റ്റേഷൻ, പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ എന്നാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ പേരും നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റേഷനിൽ നിന്ന് വന്ന് തന്നെയാണോ അതോ ഇവരുടെ ഗുണ്ടകൾ വിളിച്ചാണോ പേടിപ്പിക്കാനെന്നൊക്കെ അറിയില്ല. ആളൊരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്, ഞാനാണ് ഉപദ്രവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അയാളുടെ കയ്യിലൊക്കെ കോറലുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടു. ആ കോറലൊക്കെ അയച്ചു കൊടുത്തു, പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വക്കീലിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നണ ഇതിന്റെ കഴുത്തൊക്കെ പിടിച്ചിട്ട് ഒരു മൽപ്പിടുത്തൊക്കെ നടന്ന് അടിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യണേ. ആ സമയത്ത് നമ്മൾ മരണവെപ്രാളത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കോറലൊക്കെ വന്നതൊന്നും വരാം. അതായിരിക്കാം ഉണ്ടായത്. ഇതിന്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചതൊക്കെ ഓർമ്മയുണ്ട്. കറക്റ്റ് സംഭവങ്ങൾ എനിക്കിപ്പോൾ അന്നത്തെ കുറച്ച് ഫോട്ടോകൾ ചോര വന്നത് കയ്യിൽ നിന്നൊക്കെ ഉണ്ട്, ചോര വന്ന സാധനമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നീര് വന്നത് ഞാൻ എൻ്റെ മുഖം അന്ന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പിച്ചി മാന്തിന്ന് പോയിട്ടുള്ള കുറെ ഫോട്ടോകൾ പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് ഇന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചു കോള്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ആ ഉണ്ടായ സമയത്ത് ഞാൻ അപ്പൊ തന്നെ ഇൻ ബിറ്റ്വീൻ ദ സിറ്റുവേഷൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളിച്ച ഉടനെ നിങ്ങൾ ക്യാമറ നോക്കിയാൽ കോളിന്റെയും നിങ്ങളുടെ ആ ക്യാമറയും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാളപ്പം ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതും. അതുപോലെ തന്നെ പോലീസുകാര് ഇതിന്റെ മുഖവും ഇതൊക്കെ കണ്ടതാണ്. അവരെന്നോട് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു. അവർക്ക് പേടിയാണ് റിട്ടേൺ കംപ്ലൈന്റ് ഇല്ലാണ്ട് ഇവരുടെ കേസ് ആക്ഷൻ എടുക്കാൻ. അങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആൾക്കാര്. എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് കണ്ടായിരുന്നു. അന്ന് വന്ന ആൾക്കാർ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. കാരണം ഞാൻ അതിനു മുമ്പും ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ആക്ച്വലി ഇങ്ങേര് 2 ചെക്കന്മാരനെ അടിച്ചിട്ട് അവര് റിനൈ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയിട്ട് പോലീസ് കേസൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അതെന്തോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഹെൽമെറ്റ് എന്തോ അവരെടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അവരെ വിളിപ്പിച്ചിട്ട് തല്ലിയത്. ആക്ച്വലി പുള്ളിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാണ്. പക്ഷെ പോകുമ്പോൾ അവരുടെ ഹെൽമെറ്റ് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഹെൽമെറ്റ് എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ്. അയാളെ നല്ല അടിച്ചു. ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അവര് പോയിട്ട് റിനേ മെഡിസിറ്റിയിൽ അഡ്മിറ്റായി. പലതരത്തിൽ ഇയാൾക്ക് കോള് വരുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഇയാള് ഒരു കട ഉദ്ഘാടനത്തിന് പോവാ. എനിക്ക് പേടി. ഞാൻ അന്ന് ഒരു 21 ഡേയ്സിന് റിനയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാണ് വലിയ കഥ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ട് വയ്യാണ്ടാവും. അപ്പോ അന്ന് ഞാൻ ലീവ് എടുത്തു. അന്ന് ലീവ് എടുത്തിട്ട് ഇന്റെ ഡോറിന്റെ അവിടെ ഞാൻ ഒറ്റയ്ക്കാ. പുള്ളി ഈ എയർ ഗണ്ണ് അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ബോഡി പുള്ളിയും പേടിച്ചിട്ടാ. അതുകൊണ്ട് ബ്ലാക്ക് കാറ്റിനെയൊക്കെ വിളിച്ച് വീണ്ടും വേറെ കുറച്ച് 2-3 ചെക്കന്മാരായിട്ട് പോണേ. കാരണം അടിച്ച ആൾക്കാർ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട്. അവര് പിന്നെന്തിനാ കേസിന് പോവാണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായിട്ട് പിന്നെ അവര് വന്നു എന്ന് അപ്പുറത്തെ വീട്ടുകാർ എന്നോട് പറഞ്ഞു. ഡോറ് കൊട്ടി അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയോട് എന്തോ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പേടിയായി. ഇയാളിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. അങ്ങനെ ഓൾറെഡി കുഴപ്പമുണ്ടെന്ന് അറിയാലോ. അപ്പോ ഭാര്യ ഒറ്റയ്ക്കാണല്ലോ. അതുപോലെ തന്നെ ബാക്കിലത്തെ ഡോറ് ഗ്ലാസ് ഡോറാണ്. അത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓൾറെഡി ഇങ്ങനെ പ്രശ്നമുള്ള സമയത്ത് ഓൾറെഡി എനിക്ക് പേടിയുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഞാനും പറ്റുന്ന വെച്ചപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ സെൽഫ് കെയർ നോക്കിയിട്ട് പോയി. ഇങ്ങനെ വിളിച്ചിട്ട് എടുക്കണില്ല, അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് എടുക്കണില്ല. പക്ഷെ ഇന്നെ കൊണ്ടുപോകാണ്ട് പോകാനുള്ള കാരണങ്ങൾ വേറെയുണ്ട്. വേറെ കുറച്ച് ആൾക്കാർ ഒപ്പം ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ പറയുന്നില്ല. കുറച്ച് സസ്പെൻസുകൾ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ അറിയണ്ടേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ അമ്മേനെ വിളിച്ചു. അമ്മേനെ വിളിച്ചപ്പോൾ പ്രാർത്ഥിക്ക്. ഓ മൈ ഗോഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഓക്കെ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറഞ്ഞു.
അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ആദ്യം ഇല്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എനിക്ക് ഇവിടെ 2-3 ആഴ്ചയായി ബെല്ല് റിങ് ചെയ്യണു, ആദ്യം വാതിലുമ കൊട്ടി, എനിക്ക് പേടിയാവുണ്ട്, ആരാന്നറിയാൻ എനിക്ക് മാർഗമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നു, നന്നായിട്ട് സംസാരിച്ചു. പക്ഷെ പോലീസ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു, പുള്ളി പെട്ടെന്ന് എത്തി. അതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എത്തിയെന്ന് എനിക്കറിയില്ല. അതുവരെ എൻ്റെ കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പോലീസുകാർ സംസാരിക്കുന്നവരൊക്കെ. അത് ആ ഒരു സംഭവം കൂടി, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്താ വട്ടാണോ എന്ന്. അപ്പോൾ ഇന്ന് ജീവന ഭയം തോന്നിയ സമയത്താണ് അന്ന് വിളിച്ചത്. ഇന്നും എനിക്ക് അടി കിട്ടിയിട്ട് ഇത് കൺട്രോളില്ല. അന്നേക്ക് കിട്ടിയത് ഈ ഫിസ്റ്റ് ചുറ്റിയിട്ടാണ് എന്റെ മോനിലേക്ക് അടി കിട്ടിയത്. മാത്രമല്ല എന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയും എന്റെ വിരല് പിടിച്ചൊടിക്കാൻ നോക്കുക, മുടി പിടിച്ചിട്ട് വലിക്കുക, അങ്ങനത്തെ കുറെ പരിപാടികളുണ്ടായിരുന്നു. അപ്പോ ഞാൻ എന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി വിളിച്ചു. അപ്പൊ അങ്ങനെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി വിളിക്കാനുള്ളതല്ലേ പോലീസ് സ്റ്റേഷനിൽ. എനിക്കറിയില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. പക്ഷെ എനിക്കറിയില്ല, ഞാൻ നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ. എനിക്ക് പല ഈ ചിന്തകളുടെ മാറ്റം വന്നത് ആ ഒരു ജീവിതത്തിൽ നിന്നാണ്. നമുക്ക് സാധാരണക്കാരായ ചിലപ്പോൾ ജസ്റ്റിസ് ഒന്നും കിട്ടിയെന്ന് വരില്ല എന്നുള്ളൊരു ബോധം വന്നത് അവിടുന്നാണ്. എന്നോട് അയാൾ വിളിച്ചിട്ട് ചോദിച്ചത്, നിങ്ങൾ പല തവണയായിട്ട് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഒരു തവണ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടാണ്. നിന്റെ ഭർത്താവ് എന്ന് എനിക്ക് വിളിക്കാവോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല, പേടിച്ചിട്ട് വിളിച്ചതാണ്. വേറെ ഇതുണ്ടായിരുന്നില്ല. മുന്നേ അവരുടെ ഒരു കേസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഗുജറാത്തിലത്തെ പോലീസ് അടിപൊളിയാണ്. ഞാൻ എന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ ഞങ്ങൾ ശരിയാക്കാം. ഞാൻ പറഞ്ഞ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾക്കിത് കേട്ടിട്ടൊന്നും സഹിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പോയിട്ട് 5, 6, 7 കല്യാണം കഴിക്ക്, ഒരു കുഴപ്പമില്ല. സിസ്റ്റർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്ക്, നീ കേസ് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഞങ്ങളതിനെ വിളിച്ചിട്ട് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ റെസ്പോൺസ് എവിടുന്ന് കിട്ടിയിട്ടില്ല സത്യമായിട്ട്. എനിക്കിതൊക്കെ എന്താണ് ഇതിന്റെ ആഫ്റ്റർ കോൺസിക്വൻസസ് എന്നറിയില്ല. ഞാനധികം കേസിന്റെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ കേസുകളൊന്നും പോയിട്ടില്ല. എനിക്ക് എവിടുന്നാണ് സംരക്ഷണം കിട്ടുക എന്നറിയില്ല. ഈ വീഡിയോ ഞാൻ ഇതിടുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല 58 മിനിറ്റിന്റെ വീഡിയോ ആയിരിക്കും 2 മിനിറ്റിൽ കഴിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഓരോ കമന്റ് വായിച്ചു വരുമ്പോൾ നമുക്ക് ഇമോഷണലിൽ കുറച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തെറ്റായി പോയോ എന്ന് എനിക്കറിയില്ല. കുറെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അറിയില്ല, നിങ്ങൾ എനിക്ക് ബോധമില്ല എന്ന് പറഞ്ഞ കാരണം ബോധമില്ലാത്ത ആൾക്കാരെ എങ്ങനെ വേണമെങ്കിലും ചെയ്യണത് കുഴപ്പമില്ലല്ലോ. ഓക്കെ, പിന്നെ ഈ ബോധമില്ലാത്ത ആൾക്കാരനെ വിത്ത് കൺസെന്റ് ഓൾസോ എന്നിട്ടാണ് ഈ മറ്റേ പരിപാടി ചെയ്യണത് ഒഫൻസാന്നാണ് ഞാൻ ഫോറൻസിക്കിൽ പഠിച്ചോണേ. അപ്പോൾ നിങ്ങൾ ബോധമില്ല എന്നാണ് വിചാരിക്കണമെങ്കിൽ, ഐ മീൻ ബോധമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു വരണമെങ്കിൽ, നിങ്ങൾ ബോധമില്ലാത്ത ഒരാളിനെ വിട്ട് മറ്റേ പരിപാടി ചെയ്ത പോലെ ആയിരിക്കും. എന്തായാലും വാട്ടെവർ. എനിക്കിപ്പോ യാതൊരു പ്രതീക്ഷയില്ല എനിക്ക് നീതി കിട്ടുന്നൊന്നും. കുറച്ച് ആൾക്കാർക്ക് ആദ്യം കുറച്ച് ആവേശമൊക്കെ ഉണ്ടായിരിക്കും, കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും താങ്ക് യു. കുറെ ആൾക്കാർ പല രീതിയിൽ എന്റെ റിലേറ്റീവ്സോ ആരും ചെയ്യാത്ത പല സഹായങ്ങൾ പലരും വാക്കുകളാലും പല തരത്തിൽ എനിക്ക് ചെയ്തു തരുന്നുണ്ട്. താങ്ക് യു ഫ്രം മൈ ഹാർട്ട്, താങ്ക് യു പറയുന്നുണ്ട്. പക്ഷെ എല്ലാതും കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. അത് ഇതിനാണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്, ഇത് അത്ര ഇമ്പോർട്ടന്റ് കേസൊന്നുമല്ല, ഇപ്പൊ നടന്ന കേസല്ല. ആക്ച്വലി എനിക്ക് വിഷമം തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതുപോലെ തന്നെ സന്തോഷം തോന്നുന്നുണ്ട്. ഇത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യണത്, കുറെ യൂട്യൂബ് ചാനലുകൾ, കുറെ ആൾക്കാരോട് നന്ദി പറയണം തോന്നുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഈവൻ മെസ്സേജിൽ പറഞ്ഞാണ് എനിക്കെന്തെങ്കിലും പറ്റുമോന്ന് ആലോചിച്ചിട്ട് അവരുടെ ഉറക്കം പോയിന്ന്. സത്യമായിട്ട് ഞാന് ഇനി കൂടുതലൊന്നും പറ്റാല്ല, ഓൾറെഡി ഞാൻ
അതിന് കൂടുതലൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. സോ ഇപ്പൊ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് മതിയായിട്ട് ചെയ്യണതാ. അതായത് ഇനി എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പൊ എന്നെ കൊന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഇനിയിപ്പൊ എന്റെ തുണിയില്ലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല, ഞാനായിട്ട് കൂടിയിട്ട് ആ തുണിയില്ലാത്ത ചിത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടാലും എനിക്ക് കുഴപ്പമില്ല, എന്ത് തരത്തിൽ നിങ്ങളെന്നോട് പറ്റിയിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, ആ തരത്തിലാക്കി തന്നതാ. എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നറിയോ? അത് നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും പറയരുത്. എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോ അത് ഞാന് കുറെ കാലം എന്തെങ്കിലും ആവട്ടെ, വാട്ടെവർ, ബൈ.